സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയ അറിവുകളാണ് ഈ ചെറിയ പെരുന്നാളിലൂടെ നാം സ്വായത്തമാക്കുന്നത്. പരസ്പരം ആശംസ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കിയും ഉള്ള ബന്ധങ്ങളെ കൂടുതൽ സുദൃഢമാക്കിയും മുന്നോട്ട് പോകുന്ന ഒരു വലിയ സന്ദേശമാണ് പെരുന്നാളുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. ഈ ഉള്ളവൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. സഹോദരങ്ങളെ, മീനമാസത്തെ ചൂടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതലായിക്കൊണ്ട് ആരാധനാകർമ്മങ്ങളും ദിക്റുകളും ദുആകളും കൊണ്ടും ഒരു മാസം നമ്മുടെ മനസ്സിനെ നമ്മൾ സജീവമാക്കിയിരുന്നു. നമ്മളിനി മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചു പോന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സജീവമായിക്കൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഖുത്ബ ഞാനിവിടെ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം സമൃദ്ധമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിനെ കഴിച്ചുകൂട്ടിയ ആളുകളാണ് നമ്മൾ. എന്നാൽ സ്വന്തം കിടപ്പാടവും സ്വന്തം ജനിച്ച നാടിനു വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന യുദ്ധത്തിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് ഫലസ്തീനിലെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫലസ്തീനിലെ സഹോദരന്മാർ നമ്മുടെയും സഹോദരന്മാരാണ്. നമ്മൾ അനുഭവിച്ചതുപോലെ സ്വസ്ഥമായിക്കൊണ്ട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ കഴിച്ചതുപോലെ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. യഥാർത്ഥമായിക്കൊണ്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ ഒരുപക്ഷെ അവരുടെ മുകളിലൂടെ ബോംബ് വരുമോ എന്ന ഭീതിയിലായിരുന്നു അവരുടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്നത്. അവർക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി, അവരുടെ സ്വൈരമായ ജീവിതത്തിന് വേണ്ടി, അവർക്ക് അവരുടെ നാട്ടിൽ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ വേണ്ടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തെ അഭിമുഖീകരിക്കാനുള്ള മനക്കരുത്തും മനസ്സും അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷം ആ നമസ്കാരങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഇടം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദരിമാർക്ക്, അവിടെ അനാഥകളായ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ സമാധാനവും അതുപോലെ തന്നെ മനസ്സിന് ഒരു കുളിർമയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനായ തമ്പുരാനെ. അവരുടെ നാടിൽ സ്വസ്ഥമായി കൊണ്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അല്ലാഹുവേ നീ അവർക്ക് ഒരുക്കി കൊടുക്കണമേ റഹ്മാനായ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നെ ആരാധിക്കുന്ന ഒരു സമുദായമായിക്കൊണ്ട് സ്വസ്ഥമായിക്കൊണ്ട് ആരാധനാകർമ്മം നിർവഹിക്കാൻ അവർക്കുള്ള സൗകര്യവും അവസ്ഥയും നീ ഒരുക്കി കൊടുക്കണേ റഹ്മാനായ തമ്പുരാനെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എല്ലാ സമയങ്ങളിലും ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ മനുഷ്യരാണ്, സാമൂഹ്യ ജീവിയാണ്. നമ്മൾ പല മേഖലകളിൽ ഇടപെടുന്ന ആളുകളാണ്, പല ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. സാധാരണ കൂലിപ്പണി ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഏതായിരുന്നാലും പൊതുവായിട്ട് സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വഭാവത്തിന്റെ മേഖല എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് അവന്റെ സൽസ്വഭാവത്തിലൂടെയാണ്.
അല്ലെ? നമ്മൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ആളുകളിലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള അവരുടെ പെരുമാറ്റം ഏത് രൂപത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന്റെ മേഖല നമ്മൾ വളരെ ഭംഗിയായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മഹാനായ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊരു വലിയ പാഠം നൽകുന്നുണ്ട്. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ മുസ്ലിങ്ങളായ ആളുകളെ, പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെ എവിടെ കണ്ടാലും ആക്രമിക്കുക, അവർക്ക് പരിക്കേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിനോദം. അങ്ങനെ ഒരിക്കൽ മദീനയിലേക്ക് വന്നപ്പോ മഹാനായ മസ്ലമത്ത് ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രവാചകന്റെ അടുക്കൽ പോയിക്കൊണ്ട് ഒരു സംഘം പറഞ്ഞു, പ്രവാചകരെ, നമ്മളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സുമാമത്ത് മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ സുമാമത്തിനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരണം. ആ സഹാബത്ത് ഒരു സംഘവുമായി പോയിക്കൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരികയും മദീന പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മദീന പള്ളിയുടെ ആ തൂണ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സുമാമത്തിനെ തൽക്കാലം ആ തൂണിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ചോദിച്ചു, സുമാമത്തെ, നിനക്ക് ഭക്ഷണമായി കൊണ്ടെന്ത് വേണം? സുമാമത്തെ, നിനക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് കഴിക്കാൻ? പക്ഷേ സുമാമത്ത് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാൻ സമ്മതിച്ചില്ല. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു പോയി. രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ ചെന്നുകൊണ്ട് ചോദിച്ചു, സുമാമത്തെ, നീ ഒരു മനുഷ്യനല്ലേ? ഭക്ഷണം കഴിക്കാതിരുന്നാൽ നീ തളർന്നു പോവുകയില്ലേ? പക്ഷേ സുമാമത്ത് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരിക്കലും കൂട്ടാക്കിയില്ല. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ ഇതേ കാര്യം അദ്ദേഹത്തോട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിറകണ്ണുകളുമായി കൊണ്ട് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, ഇന്ന് ഞാൻ ഇതുവരെ ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മനുഷ്യരുണ്ടായിരുന്നുവെങ്കിൽ അത് താങ്കളായിരുന്നു. പക്ഷേ താങ്കൾക്കും താങ്കളുടെ കൂട്ടുകാർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളാരും എന്നോട് പ്രതികാരം ചെയ്തില്ല. നിങ്ങളുടെ കാൽ കീഴിൽ ഞാൻ വന്നപ്പോഴും നിങ്ങളാരും എന്നോട് പ്രതികാരം ചെയ്തില്ല. എന്റെ ഭക്ഷണത്തിന്റെയും എന്റെ ആരോഗ്യത്തിന്റെയും ക്ഷേമകാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്റെ കൂടെ നിന്നത്. എന്നിട്ട് നിറകണ്ണുകളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്നാൽ ഈ നിമിഷം മുതൽ ഇനി എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അത് പ്രവാചകരെ താങ്കളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകന് ആ സഹാബത്തിനോട്, ഇസ്ലാമിനോടും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അനുയായികളോടും അങ്ങേയറ്റത്തെ ക്രൂരത ചെയ്ത ആ മനുഷ്യനോട് പ്രവാചകൻ വളരെ സൗമ്യനായിക്കൊണ്ടാണ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ സ്വഭാവം കണ്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുവെന്ന് നമുക്ക് ചരിത്രം കാണുവാൻ സാധിക്കും. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മൾ വളരെ മാന്യമായിക്കൊണ്ട് ആളുകളോട് ഇടപഴകുകയും വളരെ സൗഹാർദ്ദപരമായിക്കൊണ്ട് സ്നേഹത്തോടു കൂടി ആളുകളോട് ഇടപഴകുന്ന ആ സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ എങ്ങനെയാണോ നന്നാക്കിയത് അതേപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ്. മനുഷ്യനെ ഏറ്റവും നല്ലതായ രൂപത്തിലാണ് കൈ വെക്കേണ്ടടുത്ത് കയ്യ്, കാല് വെക്കേണ്ടടുത്ത് കാല്, കണ്ണും കാതും മൂക്കും എല്ലാം വളരെ കൃത്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെയും ആക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന്റെ മേഖല നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്ത ആളുകളാണ് നമ്മൾ. ഖുർആൻ പാരായണമാകട്ടെ, ദിക്റുകളാകട്ടെ, ദുആകളാവട്ടെ, നമസ്കാരങ്ങളാവട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാവട്ടെ, അങ്ങനെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു. നമ്മൾ ഒരുപാട് സമ്പാദിച്ച പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചു. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. മറിച്ച് ഈ അമലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയുകയില്ല. ഇതുപോലെ ശവ്വാലിന്റെ പിറ കണ്ട് സഹാബത്തൊക്കെ അടുത്ത ദിവസം പെരുന്നാളിന് ആഘോഷിക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് തേങ്ങക്കരച്ചിൽ കേൾക്കുന്നത്. എല്ലാവരും സന്തോഷത്തിന് നിറവിൽ നിൽക്കുന്ന സമയത്ത് ആരാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു.
അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോട് കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു, പക്ഷേ ഈ അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രയാസമായിരുന്നു, ഒരു വേവലാതിയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി, നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തുന്നത്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു. ആ അമലുകളൊക്കെ തന്നെ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലെ, സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ 6 മാസം അഥവാ റമദാൻ കഴിഞ്ഞാൽ 6 മാസം ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു സഹാബത്തിന്റെ അടുക്കലുണ്ടായിരുന്നത്. അടുത്ത 6 മാസം എന്നുള്ളത് നോമ്പിലേക്കുള്ള ഒരുക്കമായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, അഥവാ നമ്മൾ ആ റമദാനിലൂടെ നേടിയെടുത്ത ചൈതന്യം എന്ന് പറയുന്ന അതുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ കാലാകാലവും അനുവർത്തിച്ചു പോരണമെന്നുണ്ടെങ്കിൽ ആ നോമ്പിന്റെ ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 40 മുകളിലും ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് നമ്മുടെ നാടുകളൊക്കെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഴ നമുക്ക് അത്യാവശ്യമാണ്. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴ ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലയോ സമുദായമേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇരുകൈകളും നീട്ടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. സുമ്മ തൂബൂ ഇലൈഹി, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് തൗബ നടത്തുകയും ചെയ്യുക. എങ്കിൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിത്തരും. നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാഹുവിലേക്ക് ഏറ്റുപറയണം. അല്ലേ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ഒരുപാട് കേട്ട ആളുകളാണ്, മനസ്സിലാക്കിയ ആളുകളാണ്. وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലേ, എന്താ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആ പേര് തന്നെ കിട്ടാൻ കാരണം എന്താ? അല്ലാഹുവേ, എന്റെ പാപങ്ങളൊക്കെ ഇതാ ഞാൻ നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹുവേ, അതുകൊണ്ട് ഫഗ്ഫിർ ലീ, നീ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ. ലാ ഇലാഹ ഇല്ലാ അൻത, എന്റെ പാപങ്ങളെ പൊറുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. അല്ലേ, നമുക്ക് വേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ലോകത്തുണ്ടാക്കി തന്ന് ആ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ തെറ്റുകളേറ്റ് പറഞ്ഞുകൊണ്ട്, നമ്മുടെ പാപങ്ങളേറ്റ് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സുള്ള ആളുകളായിക്കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആകാശ ലോകത്തു നിന്നുള്ള റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുകയും തൗബ നടത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായ റഹ്മത്തായ മഴയെ നമുക്ക് വർഷിപ്പിച്ചു തരുമെന്നുള്ളതാണ്. അതുപോലെ സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു വീടിന്റെ ചാലകശക്തി എന്ന് പറയുന്നത് സഹോദരിമാരാണ്. അല്ലെ, ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ ഭദ്രത ഒരുപക്ഷെ പുരുഷന്മാരുടെ കയ്യിലാണെങ്കിലും ആ സ്ത്രീകൾക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ് ആ കുടുംബത്തിലുള്ളത്, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ. അല്ലെ, പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ ഇന്ന് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് പല സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെയൊക്കെ തൊണ്ട തടാതെ വിഴുങ്ങുന്ന ഒരു സമ്പ്രദായം മനുഷ്യന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും, പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ. അവർക്ക് വേണ്ടത് മതപരമായിട്ടുള്ള ബോധമാണ്. അതിന് ഏറ്റവും യോഗ്യരായ ആളുകൾ ആ വീട്ടിലെ ഉമ്മമാരാണ് എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നമ്മളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്.
അല്ലെ? മക്കൾക്ക് ചെറുപ്രായത്തിൽ മതവിദ്യാഭ്യാസം കൊടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം മക്കൾ വഴിതെറ്റി പോവുകയില്ല എന്ന്. അതിൽ എന്ന അറബിയിൽ ഒരു വാക്കുണ്ട് അല്ലെ? പണ്ട് കാലത്തൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം രേഖപ്പെടുത്തിയിരുന്നത് ഒരു കല്ലിൽ കൊത്തിവെച്ചിട്ടായിരുന്നു. ഇപ്പോഴാണൊക്കെ എഴുത്തൊക്കെ തുടങ്ങിയത്. നേരത്തെ കല്ലിൽ കൊത്തിവെക്കുന്ന രൂപമായിരുന്നു. ആ കല്ല് എങ്ങനെയാണ്? കല്ലിൽ കൊത്തിവെച്ചാൽ കാലാകാലവും ആ കല്ല് പൊളിച്ച് നശിപ്പിച്ചാലല്ലാതെ അതൊന്നും മാഞ്ഞു പോവുകയില്ല. അതുപോലെയാണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് മതവിദ്യാഭ്യാസം അവരുടെ മനസ്സിലിട്ട് കൊടുത്താൽ അത് അവരെ ഏത് നാട്ടിലേക്ക് പഠിക്കാൻ വിട്ടാലും അവർക്ക് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുക. മക്കൾക്ക് മതവിദ്യാഭ്യാസം കൊടുത്താൽ അവർ പരലോകത്ത് നമുക്ക് ഒരു വലിയ ഉപകാരമായി തീരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് സ്ത്രീകൾ എന്നുള്ളത് അവർക്ക് അതിൽ വലിയ ചെറുപ്രായത്തിൽ തന്നെ പക്വമായ രൂപത്തിൽ സംസാരിക്കുന്ന മക്കളെ കാണുവാൻ സാധിക്കും. എന്നാൽ പ്രായമായിട്ടും പക്വതയില്ലാത്ത മക്കളെ കാണുവാൻ സാധിക്കും. അവർക്കൊക്കെ യഥാർത്ഥമായ ദിശാബോധം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ആ ഒരു വിചാരം അവരുടെ മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് മക്കളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ആറാമതായിക്കൊണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ അധ്വാനിച്ച സമ്പത്ത് കൊണ്ട് ഒരുപാട് നമ്മുടെ പണം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇനി ആ അമലുകളൊക്കെ ബാത്തിലാവാതിരിക്കാൻ, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങളൊക്കെ ബാത്തിലാവാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത ദാനധർമ്മം നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, മന്ന് അതാ എന്ന് പറഞ്ഞാൽ അഥവാ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ആർക്കാണോ ഒരു ഉപകാരം ചെയ്തത് അവരെയൊക്കെ ഉപദ്രവിക്കുന്ന, വാക്ക് കൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഒരു പക്ഷേ മനുഷ്യരുണ്ടായേക്കാം. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. എങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഒരു മിനുസമായ പാറയുടെ മുകളിൽ മണ്ണുണ്ടായി ആ മണ്ണിലേക്ക് മഴ വർഷിച്ചാൽ എങ്ങനെയായിരിക്കുമോ ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകുന്നു, അതുപോലെയായിരിക്കും പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ, നിങ്ങളെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലൂടെ ചെലവഴിച്ച ആ പണമുണ്ടല്ലോ, ഒരു മഴ വർഷിച്ചാൽ പാറയുടെ മുകളിൽ നിന്ന് മണ്ണ് എങ്ങനെയാണോ ഒലിച്ചു പോകുന്നത് അത് ഒലിച്ചു പോകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥയുണ്ടാവും. എങ്ങനെയായാൽ നമ്മൾ ചെയ്ത അമലുകൾ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നീങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏഴാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധ റമദാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലേ? നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഓരോ റമദാനിലും ഓരോ നോമ്പിൽ നമ്മൾ കേൾക്കുന്ന ആയത്താണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. എന്താണ് റമദാനിന്റെ ലക്ഷ്യം എന്നുള്ളത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായേക്കാം. നമ്മൾ തഖ്വയുള്ള ആളുകളായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയഭക്തി കാരണം നമുക്ക് എടുത്തു കുടിക്കാനുള്ള വെള്ളം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു, പകൽ സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് നമ്മളതൊക്കെ മാറ്റിവെക്കുന്നു പകൽ സമയത്ത്. എന്താ? നമ്മുടെ തഖ്വയായിരുന്നു അതിന് കാരണം. അല്ലേ? ആ തഖ്വ നമുക്ക് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ആ തഖ്വയെ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ. അല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്ത് മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു الظാലിമീന ഫീഹാ ജസിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നരകത്തിനടുക്കിലേക്ക് കൊണ്ടുവരപ്പെടും. وإن منكم إلا واردها كان على ربك حتما مقضيا. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉറച്ച തീരുമാനമാണ്. എന്നിട്ടോ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, എന്നിട്ട് ആ നരകത്തിലേക്ക് ചാടാതെ രക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ്? അല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെയാണ്.
ആ നരകത്തിലേക്ക് ചാടാതെ, ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാതെ രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ്? അവർ തഖ്വയുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ തഖ്വയെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ പരിശുദ്ധ റമദാനിൽ കഴിയുമ്പോൾ, ഈ ശവ്വാലിന്റെ 1 നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ റമദാൻ എന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരിശുദ്ധ റമദാനിൽ നിർവഹിച്ച എല്ലാ അമലുകളും സ്വീകരിക്കുകയും അതിനൊക്കെ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഈ ഞങ്ങൾ വിശ്വാസി സമൂഹം ഇന്ന് ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഒരു ദുരിതങ്ങൾക്കുമൊക്കെ നീ അറുതി വരുത്തണേ റഹ്മാനായ തമ്പുരാനെ. അള്ളാഹുവെ, ഫലസ്തീനിൽ അനുഭവിക്കുന്ന വിശ്വാസ സമുദായത്തിന് നീ സമാധാനവും അതുപോലെ തന്നെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷവും നീ അവർക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനായ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഈ ആഘോഷങ്ങളിൽ അതിൽ പങ്കെടുക്കാനും കഴിയാതെ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന, വീടുകളിൽ കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ആശ്വാസവും ആഫിയത്തും നൽകി നീ അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനായ തമ്പുരാനെ. സാമ്പത്തികമായി കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനായ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാതനാ ഖിയാമനാ തിലാവതനാ റുകൂഅനാ സുജൂദനാ യാ ഹയ്യ يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الغزة. اللهم أعز الغزة والفلسطين. اللهم أعز الغزة والفلسطين والمؤمنين في العالم يا أرحم الراحمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وآخر دعوانا أن الحمد لله رب العالمين.